ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൺ ഓഫ് അഖില ഏറ്റവുള്ളിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഓച്ചിറ അമ്പലം വരെ പോകാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഓച്ചിറ അമ്പലത്തിൽ പോകാമെന്ന്, പിന്നെ വിചാരിച്ചു വെട്ടിക്കോട്ട് പോകാമെന്ന്, പിന്നെയും വിചാരിച്ചു ഓച്ചിറ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ വണ്ടി എടുക്കുക കേട്ടോ. ഞങ്ങൾ ഏകദേശമൊക്കെ ഒരേപോലത്തെ കളറാണേ. അപ്പോൾ ചിന്നപ്പം എൻ്റെ ടാറ്റ തരുവാ. ഇപ്പം ടാറ്റ തരാൻ പറഞ്ഞപ്പോൾ ടാറ്റ തന്നു. അവനും ഭയങ്കര സന്തോഷം. തൊപ്പിയൊക്കെ വെച്ച് എവിടെയെങ്കിലൊക്കെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര വെയിലായിരുന്നു, എൻ്റെ പൊന്നോ സഹിക്കാൻ വയ്യാത്ത വെയിൽ. അതുകൊണ്ട് ഈ സ്ഥലം കണ്ടോ, അവന് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം. കുച്ചു സ്ഥലമാണ് പറയുന്നത്, കുച്ചു പാളം. അപ്പോൾ ഞങ്ങൾ കണ്ട ഹൈവേയിലോട്ട് കയറി, എൻ്റെ പൊന്നോ അപാര വെയിൽ, അപാര ബ്ലോക്കുമായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈവേ പണി നടക്കുന്ന കാര്യം. ഹൈവേ കയറുമ്പോൾ എല്ലാം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നവരെ സമ്മതിക്കണം. എന്തോ വെയിലാണെന്നറിയാമോ, വെയിലത്ത് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ എന്തോ അറിയുന്നില്ല, വീട്ടിൽ നമ്മൾ സുഖിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വെയിലത്ത് ജോലി ചെയ്യുന്നവരെയൊക്കെ സമ്മതിക്കണം. എൻ്റെ പൊന്നോ അതേപോലത്തെ വെയിലാട്ടോ. പിന്നെ അവിടെ കുറേ JCBയും ക്രെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ചിന്നപ്പം പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ വേറെ ലോകത്താണ്. പിന്നെ അതൊക്കെ കാണിച്ചു കൊടുത്ത് അവനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഹെൽമെറ്റ് വെച്ചുള്ളതുകൊണ്ട് പിന്നെ വെയിൽ അത്രയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്നാലും അവിടെ ചെല്ലുമ്പോൾ ഉള്ള കാര്യം ഓർത്തിട്ടായിരുന്നു പേടി. അപ്പോൾ നമ്മുടെ ഓച്ചിറ അമ്പലം എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു ഇത്രയും വെയിലായിട്ട് ഇത്ര ആൾക്കാരുണ്ടോ എന്ന്. പിന്നെ ഞാനോർത്ത് നമ്മളും അതേപോലെ ഇല്ലേ, സൺഡേ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും അവധിയല്ലോ, ജോലിക്കൊന്നും പോകണ്ടല്ലോ. അപ്പം പിന്നെ എല്ലാവരും അമ്പലത്തിൽ വരും. ഞായറാഴ്ച എന്തൊന്നും ഭയങ്കര തിരക്കെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ടോ, വണ്ടികൾ തന്നെ ഇരിക്കുന്നുണ്ട്, ഭയങ്കര തിരക്ക്. വെയിലോ അപാര വെയിൽ. അപ്പം എൻ്റെ പിന്നെന്തായാലും നമ്മൾ ചിന്നപ്പനെ കൊണ്ട് ഭഗവാനെ തൊഴിപ്പിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ അയാൾ എന്നോടും പറഞ്ഞ് തൊഴുതിട്ട് കയറാൻ. അങ്ങനെ ഞാനും പേടിയുണ്ടെങ്കിലും പിന്നെ തൊഴുതിട്ട് കയറി. അപ്പോൾ കയറിയപ്പം തന്നെ അവിടെ കല്യാണം നടക്കുമായിരുന്നു. കല്യാണ പെണ്ണിനെയും ചക്കനെയൊക്കെ കണ്ട്, ആരാന്നൊന്നും അറിയത്തില്ല, എന്നാലും അവരെയൊക്കെ കണ്ട് എല്ലാവരും നോക്കിയിട്ടൊക്കെ ഇറങ്ങിയത്. പിന്നെ ഇത് പടിഞ്ഞാറേ നടയാട്ടോ. പിന്നെ അമ്പലത്തിൽ വരുന്നതല്ലേ, ഭഗവാനാണെങ്കിൽ വെയിലൊക്കെ അങ്ങ് മാറ്റി തന്നോളൂ അല്ലേ. പിന്നെ ഇവിടെയും വന്ന് ഭഗവാനോട് സങ്കടങ്ങളും പരാതികളും എല്ലാം പറഞ്ഞ് സന്തോഷവും എല്ലാം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ പ്രാർത്ഥിച്ച എൻ്റെ യൂട്യൂബ് ഒന്ന് ക്ലിക്കാക്കി തരണേതാ പ്രാർത്ഥിച്ചത്. ചിന്നപ്പം തന്നെ എന്തായാലും ചെരുപ്പ് ഊരിയൊക്കെ തൊപ്പിയൊക്കെ ഊരി എന്തായാലും കയറുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കറയത്തുള്ളൂ, അത്ര തന്നെ. പിന്നെ ഇത് കണ്ടോ, മറ്റേ ഇവിടെ കുറേ കൈനോട്ടക്കാരുണ്ട് കേട്ടോ. നാളെ ഒരു ദിവസം അവരെന്നെ പറ്റിച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തോട്ടേ തിരിഞ്ഞു നോക്കത്തുള്ളൂ. എല്ലാവരും വിളിക്കും, നമ്മൾ എന്തായാലും നോക്കത്തില്ല. പിന്നെ അവിടെയും കയറി തൊഴുത്. പിന്നെ ഞാൻ തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും മോനും ഇവിടെ നടന്നു പോകുന്ന കേട്ടോ. അവർക്ക് എന്നെ വേണ്ട. പിന്നെ ചിന്നപ്പൻ ഈ ഭാഗം കാണുമ്പോഴേ അവന് എന്തെങ്കിലുമൊക്കെ വേണം. ഒന്നും മേടിക്കാതെ പോകത്തില്ല. പക്ഷെ തിരിച്ച് വന്നപ്പോൾ എന്തായാലും ഇതുവഴിയല്ല വന്നത്, അതുകൊണ്ടൊന്നും മേടിച്ചില്ല ഇപ്രാവശ്യം. പക്ഷെ അവനൊട്ട് വേണമെന്നും പറഞ്ഞില്ല. പിന്നെ ഈ സ്ഥലം പിന്നെ പരിചയപ്പെടുത്തണ്ടായല്ലോ, എന്നാലും പരിചയപ്പെടുത്തുവാണ്. ഇതാണ് ഒണ്ടിക്കാവ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്, എന്താണെന്നറിയത്തില്ല. അപ്പോൾ പിന്നെ അവിടെ ഞാൻ ചിന്നപ്പനെ കൊണ്ടെല്ലാം തൊഴിപ്പിച്ച് അവൻ്റെ നാളും പേരും പറഞ്ഞ് പാട്ടും പഠിച്ചിട്ടാണ് വന്നത്. ഇതാണ് നക്ഷത്രവനം കേട്ടോ. ഇവിടെ മൊത്തവും നമ്മുടെ ജന്മനക്ഷത്രവും അതിൻ്റെ നമുക്ക് ഓരോ മരങ്ങളില്ലേ, ആ മരങ്ങളും ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് ചിന്നപ്പൻ്റെ കേട്ടോ. ചിന്നപ്പൻ്റെ കരിമരം, അവൻ്റെ നാള് തിരുവാതിരയും, മരം കരിമരം. പിന്നെ അടുത്ത എൻ്റെയാണേ, എൻ്റെ നാള് അവിട്ടം, എൻ്റെ മരം വഹിനിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുമോ വഹിനി എന്ന് പറഞ്ഞൊരു മരം. എന്തായാലും അതും കണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഓരോന്നിങ്ങനെ ഓരോ മരവും ഓരോ നാളും ഒക്കെ ഇങ്ങനെ നോക്കി പോവായിരുന്നു. പിന്നെ ചേട്ടൻ്റെ നാളിൻ്റെ അടുത്തോട്ട് പോയില്ലായിരുന്നു. ചേട്ടൻ്റെ അശ്വതിയ, ചേട്ടൻ്റെ മരത്തിൻ്റെ പേരെന്തുവായിരുന്നു മറന്നുപോയി. പിന്നെ അവിടെ നിന്ന് വന്ന് വീട്ടിലേക്ക് ഒരു പിച്ചാത്തിയൊക്കെ മേടിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് കേക്ക് വേൾഡിലോട്ടാട്ടോ. അപ്പം കേക്ക് വേൾഡിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി നാളാണെന്ന് തോന്നുന്നു. കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ആ കേക്ക് ഓർഡർ ചെയ്യാനങ്ങാണ്ട് പോയതാണ്. ചേട്ടൻ അവനോട് എന്ത് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ ജ്യൂസ് മതിയെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജ്യൂസ് കുടിക്കാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മെനു കാർഡിൻ്റെ അകത്ത് നോക്കി എന്ത് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ലാസ്റ്റ് ചോക്ലേറ്റ് ഷാർജ വേണമെന്ന് ഞാൻ പറഞ്ഞു ചേട്ടനോട്. ചേട്ടനാണെങ്കിൽ വാട്ടർമെലണാണ് പറഞ്ഞത്. ഇവനിടയ്ക്ക് വഴക്കൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ജ്യൂസ് കൊണ്ടുവരുന്ന ചേച്ചി ഇങ്ങനെ വഴക്ക് പറയാം, ഇവിടെ ജ്യൂസ് തരത്തില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ജ്യൂസ് കൊണ്ടുവരുമെന്നുള്ള സന്തോഷത്തില്ല കേട്ടോ. പിന്നെ വേറെ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും കൊടുത്തില്ലെങ്കിൽ ജ്യൂസ് കൊടുത്താൽ ഭയങ്കര സന്തോഷം. ഇപ്പം എന്തായാലും ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു, എന്തോ വൃത്തിയാട്ടാ. ഇപ്പം ചേട്ടൻ ജ്യൂസ് കുടിച്ചു തുടങ്ങി, ഞങ്ങളും ജ്യൂസ് കുടിച്ചു തുടങ്ങി. നീ ഒന്ന് കൂടുതലും കുടിച്ചാവാനാന്ന് തോന്നുന്നു കേട്ടോ. ചുമ്മാ ഞങ്ങൾ രണ്ടുപേരുടെ കുടിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.